ഇറാൻ അറബ് രാജ്യങ്ങളെ ആക്രമിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന മലയാളികൾക്ക് ഇറാൻ അനുകൂലമായിട്ട് ഒന്നും പറയാൻ പറ്റുന്നില്ല. ഇപ്പോൾ എന്താണ് ഇറാന്റെ മിസൈൽ വന്ന് വീണിട്ടേ മൂലം തകർന്ന ഒരു കാക്ക വന്നിട്ടുണ്ട്. അതിനുള്ളിൽ കാക്ക നല്ല കരച്ചിലാണ്. പോപ്പുലർ ഫണ്ടിന് നിരോധിച്ചത്ര ഇത്രക്ക് തലച്ചോറില്ലാത്ത ആൾക്കാരാണ് കേന്ദ്രത്തിലേക്ക്. പോപ്പുലർ ഫണ്ട് എന്ന് പറഞ്ഞ ആ ഒരു വേർഡേ നിങ്ങൾക്ക് നിരോധിക്കാൻ പറ്റുള്ളൂ. അതിനുള്ളിൽ പ്രവർത്തിക്കുന്ന കുറച്ച് ചങ്കന്മാരുണ്ട്, കുറച്ച് ആൾക്കാരുണ്ട്, അവരങ്ങ് നിരോധിക്കാൻ പറ്റുമോ? അത് ഈമാന്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു പവറാണ്. വല്ല കാര്യം ഉണ്ടാ നിങ്ങളിപ്പോ അത് നിരോധിച്ചു. നിങ്ങൾ പണ്ട് എന്റെ നിരോധിച്ചു, എന്നിട്ട് ഇപ്പൊ എന്തുണ്ടായി? സംഖ്യകളെ കൂടി കിടന്നിട്ട് ആർമാദിക്കാണ്. അതാ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഇനി ഇവരെ ഒന്നും തൊടാൻ പറ്റില്ല, ഇനി ഇവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതെന്റെ പൊന്നു മക്കൾ, ആ പേര് മാത്രമേ നിരോധിച്ചിട്ടുള്ളൂ. അതിനുള്ളിൽ പ്രവർത്തിക്കുന്ന ടീമുകളുണ്ടല്ല, അവരൊക്കെ ജീവിച്ചിരിപ്പുണ്ട്. അതും കൂടി ആലോചിച്ചാണ്ട് എന്തായാലും ഇൻഷാ അല്ലാഹ് ബിദ്നില്ലാ അല്ലാഹ് മാക് നമുക്ക് കാണാൻ വച്ചമാരെ പരിപാടി എന്താന്നുള്ളത്. നിങ്ങള് മറ്റേ നിയമം ഇതൊക്കെ നിങ്ങളെ കയ്യിൽ തന്നെ അല്ലേ, എല്ലാം നിങ്ങളെ കയ്യിലാണല്ല. അപ്പൊ നിങ്ങള് പല ഊടായ്പം കാണിക്കുമല്ലോ, ഞങ്ങൾക്ക് അറിയാം. ഇതൊക്കെ ഞങ്ങൾക്ക് കുറെ മുന്നേ, ഇപ്പോഴൊന്നുമല്ല, ഒരുപാട് മുന്നേ ഞങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് ഒരു പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന പോലെ, ഒരു പ്ലേറ്റിൽ നിന്ന് ഒരുപാട് ആളുകൾ ഭക്ഷണം കഴിക്കുന്ന പോലെ എന്റെ ദീനിനെ ആക്രമിക്കപ്പെടുന്ന എന്റെ റസൂൽ പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങൾ പണ്ടേ കേട്ടതാ. രക്ഷില്ല പോലെ ദജ്ജാലിനെ കാത്തുക്കണം ഞങ്ങളെ ബേജാറാക്കണ മുന്നേ. ദജ്ജാലിന്റെ പരിപാടി എന്താ പറയാ, എനിക്ക് ഒരു കാലി ചവിട്ടിയിട്ട് വലിച്ചങ്ങട്ട് ചെയ്യുന്നതല്ല. അതായത് ദീൻ ഇസ്ലാമില് പ്രവർത്തിക്കുന്ന വ്യക്തിനെ ഒരു കാലങ്ങ് ചവിട്ടിയിട്ട് പച്ച മനുഷ്യനെ കാലങ്ങ് ചവിട്ട് വലിച്ചങ്ങ് ചീന്തലാണ് പരിപാടി. അപ്പൊ ഞങ്ങൾക്ക് ആ പേടിയില്ല. എന്തായാലും ഞാൻ മുസ്ലിം ലീഗ് പ്രവർത്തകനാണ്. എന്തായാലും പിന്നെ ഞാൻ ഈ വക കാര്യത്തിലൊക്കെ ഞാൻ STPക്ക് സപ്പോർട്ടാണ്. ഈ മറ്റേ സംഘള മറ്റേ വീട്ടിലെ പരിപാടിക്ക് സോറിട്ടാ തമ്മടുത്ത് പറഞ്ഞാൽ ഒന്നും വിചാരിക്കണ്ട. കാരണം യുവന്മാർക്ക് ഇങ്ങനത്തെ റീപ്ലൈ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് പറഞ്ഞാണ്. അപ്പൊ നമ്മളൊന്നും മൂലത്തിൽ നിങ്ങൾ വീട്ടിലിട്ട് ഇളക്കാനൊന്നും നിങ്ങൾ ആരും വരാൻ നിൽക്കണ്ട. വന്നു കഴിഞ്ഞാൽ പൊന്നങ്ങട്ടെ ഈ പറഞ്ഞ ദജ്ജാലിന്റെ പരിപാടി നമ്മൾ അങ്ങോട്ട് ചെയ്യും. എന്നിട്ട് എവിടെ ഇറാൻ ആസനത്തിൽ മിസൈല് തറച്ചപ്പോ ഇവരെ ഒന്നും കാണാനില്ല. അറബ് രാജ്യങ്ങളിലൊക്കെ പോയിരുന്നിട്ട് ഇന്ത്യക്കെതിരെ തോരാതെ ഘോരം പ്രസംഗിച്ചതാ. പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ആയുസ് കളഞ്ഞതാ. എന്നിട്ട് എവിടെ മൂലത്തിൽ ഇപ്പോൾ ഈർക്കിലല്ല, ഇറാന്റെ മിസൈലാണ് വന്ന് പതിക്കുന്നത്. ഇപ്പൊ അവിടെ കിടന്ന ചീഞ്ഞു നാറുന്നു. ജീവിച്ചിരുന്നപ്പോഴും സഹിക്കാൻ വയ്യാത്ത നാറ്റവും ഉപദ്രവവും, ചത്തു കഴിഞ്ഞപ്പോഴും അതുപോലെ. ഇപ്പോഴിതാ ആയത്തുള്ള അലി ഖുമേനിയുടെ ശവം ഇരുന്ന് പുഴുക്കുവാണ്. ഇപ്പോൾ അത് സംസ്കരിക്കാൻ വേണ്ടി ഏതാണ്ട് അവശേഷിക്കുന്ന കുടുംബക്കാർ ഇസ്രായേൽ ഏതിന്റെയൊക്കെയോ മിച്ചം വെച്ചിട്ടുണ്ട്. കാരണം ഇവരെയൊക്കെ കുഴിച്ചിടാനും പ്രാർത്ഥിക്കാനും ഒക്കെ ആൾക്കാർ വേണമല്ലോ. അതുകൊണ്ട് കുറച്ചു പേരെ ബാക്കി വെച്ചിട്ടുണ്ട്. അവന്റെ സംസ്കാര ചടങ്ങുകൾ തുടങ്ങുവാണ്. അമേരിക്ക ഇസ്രായേലും സംയുക്തമായിട്ടുള്ള ആക്രമണത്തിലാണ് യുദ്ധത്തിന്റെ ഒന്നാമത്തെ ദിവസം കൊല്ലപ്പെട്ട ഇറാന്റെ മുൻ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള സയ്യിദ് അലി ഖുമേനിക്ക് വിട ചൊല്ലാൻ ഒരുങ്ങുകയാണ് കുടുംബാംഗങ്ങൾ. രാജ്യത്തിന് അതിന്റെ ആവശ്യമില്ല. ഫെബ്രുവരി 28 ആരംഭിച്ച യുദ്ധത്തിന്റെ ആദ്യ ദിനത്തിൽ തന്നെ ചത്തൊടുങ്ങിയവനാണ്, അഥവാ ഇസ്രായേലിന്റെ മൂർത്ത മിസൈലുകൾക്ക് മിസൈലുകൾക്ക് മുമ്പിൽ ഇയാൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് ആള് ചരിഞ്ഞത്. അയാളുടെ സംസ്കാര ചടങ്ങുകൾക്കും വിലാപയാത്രയ്ക്കുമായി വിപുലമായിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇറാനിൽ പുരോഗമിക്കുന്നത്. അപ്പോൾ എന്തായിരുന്നാലും ഇറാനിലെ ആപാലവൃദ്ധം ജനങ്ങളും വിലാപയാത്രയല്ല, സന്തോഷത്തോടുകൂടി ഇവനെ ഹൂറിയുടെ അടുത്തേക്ക് അയക്കും, സംശയമില്ല.
ഇയാളോടുള്ള ആദരസൂചകമായി തലസ്ഥാനമായിട്ടുള്ള ടെഹ്റാനിൽ 3 ദിവസം നീണ്ടു നിൽക്കുന്ന വിടവാങ്ങൽ ചടങ്ങുകൾ കുടുംബാംഗങ്ങളും സന്തോഷത്തോടുകൂടിയുള്ള ചടങ്ങുകൾ നാട്ടുകാരും ചെയ്യും. 24 മണിക്കൂർ നീളുന്ന വിലാപ സന്തോഷ യാത്രയാണ് അധികൃതർ ക്രമീകരിച്ചിട്ടുള്ളത്. ദേശീയ സ്ഥാപനങ്ങളുടെയും രാജ്യത്തുടനീളമുള്ള മുനിസിപ്പാലിറ്റികളുടെയും പൂർണ്ണ പങ്കാളിത്തത്തോടു കൂടിയാണ് ടെഹ്റാനിൽ ചടങ്ങുകൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. സംസ്കാര ചടങ്ങുകൾ സംബന്ധിച്ച വിശദാംശങ്ങൾ ടെഹ്റാനിലെ സാംസ്കാരിക സാമൂഹിക കാര്യ ഡെപ്യൂട്ടി മേയർ മുഹമ്മദ് അമീനാണ് ഉള്ളത്. 24 മണിക്കൂറെങ്കിലും നീണ്ടു നിൽക്കുന്ന വിലാപയാത്രയിലൂടെ പ്രധാന വേദിയായി ടെഹ്റാനിലെ മുസല്ലയോ, അവിടെ ഒരു ഗ്രാൻഡ് പ്രേയേഴ്സ് ഹാൾ ഉണ്ട് അത്ര, ഇസ്ലാമിക് റിപ്പബ്ലിക് സ്ഥാപകനായിട്ടുള്ള ഇമാം ഖൊമേനിയുടെ ശവകുടീരമോ ആയിരിക്കും എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. എന്തായിരുന്നാലും അവൻ ചത്തു തൊലഞ്ഞതോടുകൂടി ആളുകൾ രക്ഷപ്പെട്ടു എന്നുള്ള സമാധാനത്തിലാണ്. വീണ്ടും ചീഞ്ഞു നാറി ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്, എത്രയും പെട്ടെന്ന് ശവമടക്കൂ എന്ന് ജനങ്ങൾ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ മയ്യത്ത് ഇസ്രായേൽ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ള തുണിയിൽ പുതപ്പിച്ചോ ഹൂറികളുമായിട്ട് മാർക്കം ചേർന്നോ എന്ത് വേണമെങ്കിലും ബലായെ കബറെടുക്കുക എന്നുള്ള രൂപത്തിലാണ് ജനങ്ങൾ. ഇതിലേറെ രസകരമായ സംഗതി, ഇറാനിയൻ ഇസ്ലാമിക വിപ്ലവത്തിന്റെ മുഖ്യധാരയിൽ നിന്നുകൊണ്ട് ജനാധിപത്യപരമായി ഇറാനെ ഭരിച്ചിരുന്ന ഷാ ഭരണകൂടത്തിനെതിരെ നടത്തിയ തീവ്രമായിട്ടുള്ള പോരാട്ടങ്ങളിലൂടെയും അട്ടിമറിയിലൂടെയുമാണ് ആയത്തുള്ള അലി ഖൊമേനി ഇറാന്റെ ഭരണാധികാരിയാകുന്നത്. ഇവന്റെ ഏറ്റവും അടുത്ത അനുയായി ആയിരുന്ന ആളുകളെയൊക്കെ ഏതാണ്ട് ഇസ്രായേൽ തീർത്തു കഴിഞ്ഞു. ഇവനോടൊപ്പം 45 IRGC നേതാക്കളെയും കൂടി ഇസ്രായേൽ വകവരുത്തിയിട്ടുണ്ട്. സാധാരണക്കാരെയും വിപ്ലവത്തിനായി അണിനിരത്തുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചവൻ കൂടിയാണിവൻ. ആരും അത്ര സ്വസ്ഥമായിട്ട് ജീവിക്കുന്നത് ഇവന് വല്ലാത്ത ഇഷ്ടമുണ്ടായിരുന്നില്ല. അതുപോലെ ഈ കാലയളവിൽ ഭരണകൂടത്തിന്റെ രഹസ്യ പോലീസ് ആയിട്ടുള്ള ഒരു വിഭാഗം ആളുകൾ ജനങ്ങളെ ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾക്കും നിരവധി തവണ ആളുകളെ കൊല്ലുന്നതിലേക്കുമൊക്കെ എത്തിച്ചിട്ടുണ്ട്. ഇവൻ കണ്ണടച്ച് പ്രോത്സാഹിപ്പിച്ചു അതിനെയൊക്കെ. എതിർക്കുന്ന ആളുകളൊക്കെ കടുത്ത വിലക്കുകളും നാടുകടത്തലുകളും ഒക്കെ നേരിട്ടു. ചിലരെയൊക്കെ ഇവർ അതിനകത്തിട്ട് തന്നെ തീർത്തു. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇറാൻ ഇറാഖ് യുദ്ധകാലത്ത് രാജ്യത്തിന്റെ സൈനികവും രാഷ്ട്രീയവുമായിട്ടുള്ള പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിൽ ഇയാൾ മുൻപന്തിയിൽ നിന്നു സ്വന്തം രാജ്യത്തിലെ ജനങ്ങളെ തന്നെ അട്ടിച്ചമർത്തിയിട്ടാണ് ഇവൻ അധികാര കസേരയിൽ ഇത്രയും കാലവും അമർന്നിരുന്നത്. 1981 നടന്ന ഒരു ബോംബാക്രമണത്തിൽ നിന്ന് തലനാരിഴയ്ക്കാണ് ഈ കാലം രക്ഷപ്പെട്ടത്. വലത് കൈക്ക് ഗുരുതരമായിട്ട് അന്ന് പരിക്കേറ്റു. പിന്നീട് ഇറാന്റെ പരമോന്നത നേതാവായിട്ട് ചുമതലയേറ്റ ശേഷം പശ്ചിമേഷ്യയിൽ പാശ്ചാത്യ സാമ്രാജ്യത്തെ ഇടപെടലുകൾക്കും ഇസ്രായേലിനുമെതിരെ സായുധവും അതുപോലെ അടിയിലൂടെയുള്ള ചില അക്രമങ്ങളുണ്ടല്ലോ, അതൊക്കെയാണ് കക്ഷിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടകളെ. അതിലൊക്കെ സുപ്രധാനമായിട്ടുള്ള പങ്കുകൂടി ഈ കാലം വഹിച്ചു. അതേപോലെ തന്നെ മറുഭാഗത്ത് പശ്ചിമേഷ്യയിൽ വീണ്ടും കടുത്ത യുദ്ധഭീതി ഉയർത്തിക്കൊണ്ട് അന്താരാഷ്ട്ര സംഘർഷം കനക്കുകയാണ്. ഇറാനിലെ അതീവ തന്ത്രപ്രധാനമായിട്ടുള്ള ഖിഷം ദ്വീപിന് നേരെ അമേരിക്ക മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതിന് ശക്തമായ തിരിച്ചടി എന്ന വണ്ണം കുവൈത്തിലെയും ബഹ്റൈനിലെയും ഒക്കെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ സൈന്യം ഡ്രോൺ ആക്രമണം ശക്തമായിട്ട് അഴിച്ചുവിട്ടു. അവിടെയൊക്കെയുള്ള ഇന്ത്യക്കാർ വല്ലാതെ പൊറുതിമുട്ടു. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നും ഒരുപാട് ആളുകൾ ഇത്തരം രാജ്യങ്ങളിൽ, അറബ് രാജ്യങ്ങളിലൊക്കെ ജീവിക്കുന്നുണ്ട്. അവർക്കൊക്കെ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാകും. ഫ്ലൈറ്റുകൾ, എയർപോർട്ടുകൾ എല്ലാം അപകടകരമായിട്ടുള്ള അവസ്ഥയിലാണ് ഇന്നുള്ളത്. പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന കടുത്ത പ്രതിസന്ധികൾക്കിടയിലും ഇറാനുമായിട്ടുള്ള നയതന്ത്ര ചർച്ചകൾ തുടരുന്നു എന്ന് US ഭരണകൂടം വ്യക്തമാക്കിയിട്ടുണ്ട്. ഹോർമൂസ് കടലെടുക്കാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതുപോലെ ഇറാൻ എണ്ണ ടാങ്കറുകൾ, ഇതിനൊക്കെ നേരെ US സെൻട്രൽ കമാൻഡ് മാരകമായിട്ടുള്ള മിസൈൽ ആക്രമണം നടത്തി. അതോടുകൂടിയാണ് പുതിയ സംഘർഷങ്ങൾക്ക് വീണ്ടും തുടക്കം കുറിക്കുന്നത്. ആക്രമണത്തിൽ എണ്ണക്കപ്പലിന്റെ എഞ്ചിൻ റൂം പൂർണ്ണമായും തകർന്നു. ഇതിന് തൊട്ടു പിന്നാലെ അമേരിക്കൻ പടക്കപ്പലുകളെ ലക്ഷ്യമിട്ട് ഇറാൻ സേന ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തി. ഇതോടുകൂടി ഹോർമൂസിനോട് ചേർന്ന് കിടക്കുന്ന ഇറാന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലയായ ഖിഷം ദ്വീപിന് നേരെ US സൈന്യം വലിയ തോതിൽ ആക്രമണം അഴിച്ചുവിട്ടു. ദ്വീപിലെ പ്രമുഖ വാർത്താവിനിമയ ടവറുകളും റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രങ്ങളും തകർത്തു എന്ന് അമേരിക്ക അവകാശപ്പെടുന്നു. ഖിഷം ദ്വീപിലെ അമേരിക്കൻ ആക്രമണത്തിന് പിന്നാലെ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് ശക്തമായിട്ടുള്ള പ്രത്യാക്രമണവുമായി രംഗത്ത് വന്നു. ബഹ്റൈനിലെ മനാമയിലുള്ള അമേരിക്കയുടെ 5ാം കപ്പൽ പടയുടെ കേന്ദ്രത്തിന് നേരെയും കുവൈത്തിലെ അമേരിക്കൻ സൈനികരുടെ താമസ കേന്ദ്രങ്ങൾക്കും അതുപോലെ വ്യോമ താവളങ്ങൾക്കും നേരെയുള്ള ഇറാന്റെ ഒരേ സമയത്തുള്ള മിസൈലുകളും ഡ്രോണുകളും വലിയ രൂപത്തിൽ ആഘാതം സൃഷ്ടിച്ചു. 3 ദിവസത്തിനകത്ത് ഇത് 2ാം തവണയാണ് കുവൈത്തിലെ US കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. എന്നാൽ തങ്ങളുടെ വ്യോമ അതിർത്തി ലക്ഷ്യമാക്കി വന്ന ഡ്രോണുകളും മിസൈലുകളും പ്രതിരോധ സംവിധാനങ്ങളും ഉപയോഗിച്ച് ഫലപ്രദമായി തകർത്തതായിട്ട് കുവൈത്തും ബഹ്റൈനും ഔദ്യോഗികമായിട്ട് വ്യക്തമാക്കുന്നുണ്ട്. തങ്ങളുടെ താല്പര്യങ്ങൾക്ക് നേരെ ആക്രമണം തുടർന്നാൽ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് അമേരിക്കൻ ഇറാൻ സൈനിക നേതൃത്വങ്ങൾക്ക് പരസ്പരം കടുത്ത മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്.
കാരണം ആ രാജ്യത്തൊക്കെ ഇരുന്നിട്ട് അവരെ ആക്രമിക്കുന്ന രാജ്യങ്ങൾ അനുകൂലിച്ചു കഴിഞ്ഞാൽ തലയങ്ങോട്ട് പോകും. ഇപ്പൊ ഇറാനാണല്ലോ ബഹ്റൈനെയും ഖത്തറിനെയും കുവൈറ്റിനെയും ഒക്കെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാനെ അവിടെ ഇരുന്നിട്ടൊന്ന് പ്രോത്സാഹിപ്പിച്ച് നോക്കിക്കുക, ആയത്തുള്ള അലി ഖൊമേനി എന്റെ മൂത്താപ്പാണെന്നൊന്ന് പറഞ്ഞു നോക്കിക്കുക, തല ഉണ്ടാകത്തില്ല. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ സമാധാന ശ്രമങ്ങൾ പുരോഗമിക്കുമ്പോഴും ലെബനനിൽ ഇസ്രായേൽ കനത്ത ആക്രമണം തുടരുകയാണ്. ദക്ഷിണ ലെബനനിൽ ഇസ്രായേൽ നടത്തിയ ഏറ്റവും വലിയ പുതിയ ആക്രമണങ്ങളിൽ 8 പേര് കൊല്ലപ്പെട്ടു, 114 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ലെബനനും ഇസ്രായേലും തമ്മിലുള്ള പോരാട്ടം 4ാം വട്ട വെടിനിർത്തൽ ചർച്ചകൾ വാഷിംഗ്ടണിൽ പുരോഗമിച്ചിട്ടുണ്ട്. ഇസ്രായേലിനെ ഇങ്ങോട്ട് ലെബനൻ ഒന്ന് തൊടുത്താൽ 1000 തിരിച്ചു തൊടുക്കും ഇസ്രായേൽ. ലെബനനിലെ വെടിനിർത്തൽ വ്യവസ്ഥകൾ ലംഘിക്കുന്ന ഇസ്രായേൽ ലെബനൻ നടപടികളിൽ US നേതൃത്വം കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ആർക്കും വഴങ്ങുന്നവരല്ല. ഇറാനുമായിട്ടുള്ള സമാധാന ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അമേരിക്ക ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട വ്യവസ്ഥകളിൽ ഒന്ന് ഇസ്രായേൽ ലെബനനിൽ ആക്രമണം നിർത്തണം എന്നുള്ളതാണ്. ഇസ്രായേൽ പറയുന്നത് ലെബനൻ ആയുധം താഴെ വയ്ക്കണം. ഹിസ്ബുള്ള ആയുധം താഴെ വെച്ചാൽ അവർക്ക് സമാധാനം. അവരായുധം താഴെ വെച്ചിട്ടില്ലെങ്കിൽ ലോകത്തിന് സമാധാനം ഉണ്ടാകത്തില്ല. പൂർണ്ണമായിട്ടുള്ള ഒത്തുതീർപ്പിൽ അതൊന്നും എത്തിയിട്ടുമില്ല. ഇറാൻ തങ്ങളുടെ യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായും നിർത്തിവെക്കണം. അതാണ് ഇസ്രായേലിന്റെ ആവശ്യം. നിലവിൽ സമ്പുഷ്ടീകരിച്ചിരിക്കുന്ന യുറേനിയം എത്രയും വേഗം അന്താരാഷ്ട്ര തലത്തിൽ കൈമാറണം. ഇതുതന്നെയാണ് അമേരിക്കയും ഇസ്രായേലും ഒരുമിച്ച് ആവശ്യപ്പെടുന്നത്. ഹോർമൂസ് കടലിടുക്ക് ഗതാഗതത്തിന് വേണ്ടി തുറന്നു നൽകണം. ഇറാനെതിരെയുള്ള സാമ്പത്തിക ഉപരോധ നടപടികൾ പെട്ടെന്ന് പിൻവലിക്കില്ല എന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഹോർമൂസ് കടലിടുക്കിന്റെ പരമാധികാരത്തിനും തങ്ങളുടെ സുരക്ഷയിലും യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തങ്ങളില്ല എന്ന കർശന നടപടികളിൽ ഇറാനും ഒരുമിച്ച് നിൽക്കും. രസകരമായിട്ടുള്ള സംഗതി എന്തെന്നറിയാമോ? അറേബ്യയിലൊക്കെ നിൽക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. അവര് തീവ്രവാദത്തെയൊക്കെ വല്ലാതെ പ്രോത്സാഹിപ്പിച്ചു, ഇസ്ലാമിക ഭീകരതയൊക്കെ വല്ലാതെ പ്രോത്സാഹിപ്പിച്ചു. ആ രാജ്യത്തിരുന്നിട്ട് പോപ്പുലർ ഫ്രണ്ടിനെയൊക്കെ വല്ലാതെ പൊക്കി പറഞ്ഞു. അവരുടെയൊക്കെ കാര്യങ്ങൾ ഏതാണ്ട് കഷ്ടത്തിലാണെന്ന് മാത്രമല്ല, അവിടെ ഇരുന്നിട്ട് ഇപ്പോൾ ഇറാന് വേണ്ടി ശബ്ദിക്കാനും പറ്റുന്നില്ല. UAEക്കും പിന്നെ അറബ് രാജ്യങ്ങൾക്കൊക്കെ കിട്ടുന്ന തിരിച്ചടിയിൽ ശബ്ദിക്കാനാകാതെ മിണ്ടാതിരിക്കുവാണ്. ഏറെ രക്ഷയില്ലല്ലോ.